പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ ഘട്ടത്തിലെത്തിക്കറ് ഞങ്ങൾ ഉള്ളത്. 2-3 നാൾ കൊണ്ടുത്തു ഈ റമദാൻ ഞങ്ങൾ നിന്ന് അവസാനിക്കർ. വിശ്വാസികൾ ആയിട്ടുള്ളതായ ഞങ്ങൾ ചിന്തിക്കോണായത്, പേടിക്കോണായത്, അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാനിലെ നോമ്പും ഇബാദത്തും അല്ലാഹു ഞങ്ങൾ നിന്ന് സ്വീകരിച്ചാന, അല്ലാഹു കബൂലാക്കിയാന. പരലോകത്തേക്ക് മരിച്ചിട്ട് ചെല്ലുന്നതായ സന്ദർഭത്തിൽ നിഷ്ഫലമായ നിലക്ക്, ഒന്നുമില്ലാതെ ശൂന്യമായ നിലക്ക് എത്തിരതായ ഒരു വിഭാഗ ആൾമാരെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പരിചയമാക്കിയിട്ട് തന്നത്. ആ വിഭാഗത്തിൽ ഞങ്ങൾ പെട്ടുപോകാമ ചെന്ന് പേടിക്കൊനായിട്ടുള്ളതായ ഒരു വിഷയത്തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്ത് ഞങ്ങളെ ചരിത്രം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കു റമദാനുക്ക് സമാപ്തി കുറിക്കുമ്പോഴത്തേക്കു, റമദാൻ അവസാനിക്കുമ്പോഴത്തേക്കു അങ്ങ് വല്ലാത്ത പേടിയിലയച്ചിന്നാർ. ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണ്ട് റമദാൻ കഴിഞ്ഞിട്ടും 6 തിങ്കളത്തോളം അല്ലാഹുവൊട്ടിಗೆ നിരന്തരമായിട്ട് അങ്ങ് ദുആർന്നോണ്ടിന്നാർ. പടച്ച റബ്ബേ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ എടുത്തതായ നോമ്പു, ഞങ്ങളെ നിസ്കാര, ഞങ്ങളെ ഖുർആൻ ഓത്തു, ഞങ്ങളെ ദാനധർമ്മ, ഞങ്ങളെ മറ്റുള്ളതായ സത്കർമ്മ നീ സ്വീകരിക്ക റബ്ബേ ചെന്ന് അങ്ങ് അല്ലാഹുവൊട്ടിಗೆ ദുആർന്നോണ്ടിന്നാർ. 6 തിങ്കളത്തോളം. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബാ. അല്ലാഹുവിനെ പേടിച്ച കാരണത്തില് അല്ലാഹു അങ്ങളെ തൊട്ട് തൃപ്തിപ്പെട്ട, അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തതായ നിഷ്കളങ്കരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. ഞങ്ങളെ ഈമാൻ നിങ്ങൾ നോക്കൂ, എത്രത്തോളം ചെന്നെങ്കില് അങ്ങ് പരസ്പര കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിൽ പോലും ചെന്നോണ്ടിരുന്നതായ പലക്കമുണ്ടു. ഹദീസിലെ ഗ്രന്ഥത്തിൽ ഞങ്ങൾക്ക് കാണ്ട്, ഹദീസിലെ ശറഇൽ ഞങ്ങൾക്ക് കാണ്ട് അങ്ങ് പരസ്പര എതിരെതിര് കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിൽ പോലും അങ്ങ് ചെന്നോണ്ടിരുന്നതായ ഫലക്ക. അലം നസ്മഅ ഖൗലല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ ഫലക്ക നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുർആനില്? അല്ലാഹു ഖുർആനിൽ ചെന്നതായ ഫലക്ക നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തായിച്ചിക്കർ അല്ലാഹുവിന്റെ ഫലക്ക? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ചയായിട്ടും ഒരു സംശയമേ വേണ്ട, ഖണ്ഡിതമായും അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങളിൽ നിന്ന്, തഖ്വ ഉള്ളതായ ആൾമാരിൽ നിന്ന്, അല്ലാഹുവിനെ മാത്രം പേടിക്കുന്നതായ ആൾമാരിൽ നിന്ന് മാത്രം അല്ലാഹു സ്വീകരിക്കുന്നത്. അല്ലാത്തവന്റെ അമല് അല്ലാഹു സ്വീകരിക്കില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബിമാർ പരസ്പര കണ്ടുമുട്ടതായ സന്ദർഭത്തില് പേടിച്ചിട്ട് ഭയഭീതിയിൽ അങ്ങ് ചെന്നോണ്ടിന്നാർ. ഞങ്ങൾ റമദാൻ സമാപ്തി കുറിക്കുമ്പോഴത്തേക്കു ഞങ്ങളെ അവസ്ഥ എന്തിര്? ഞങ്ങളെ ഈമാനും ഒന്ന് തുലനാക്കിച്ച് നോക്കിയിട്ടെങ്കിൽ ഈ റമദാൻ അവസാനിക്കുമ്പോഴത്തേക്കു, ഇതിക്ക് മുന്നിലുള്ളതായ റമദാൻ അവസാനിക്കുമ്പോഴത്തേക്കു ഇബാദത്തുക്ക് താല്പര്യമില്ല. ഖുർആൻ ഓത്ത് സ്റ്റോപ്പായിട്ട്, ഖുർആൻ പഠിക്കുന്നത് സ്റ്റോപ്പായിട്ട്, പള്ളിയിൽ ആളില്ല, ആൾമാരെല്ലാം മാർക്കറ്റിಗೆ ഇറങ്ങിറാറ്, പർച്ചേസിന് ബിസിയിലായിത്തിക്കറ്, സ്ട്രീറ്റ് ഫുഡ് തിന്നതായ ബിസിയിലായിത്തിക്കറ്. റമദാനിലെ കാലി തിന്നുകൊള്ളതായ ഒരു ഫുഡ് ഫെസ്റ്റിവലായിട്ട് മാറ്റിയാറ് ഞങ്ങളെ കൗമോ. ചിന്തിക്കാനായിട്ടുള്ള വിഷയത്തിക്കറ സഹോദരന്മാരെ. ഇഖ്ലാസില്ല, നിഷ്കളങ്കതയില്ല, ഇഖ്ലാസില്ലാത്ത ഒരു അമലും
അള്ളാഹു സ്വീകരിക്കില്ല ചെല്ലത്. അള്ളാഹുരെ ഖുർആന്റെ ഫലക്കൈത്തിക്കര്, അള്ളാഹുരെ ഖുർആന്റെ നസ്സൈത്തിക്കര്. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കുവാനായ പേടിക്കുവാനായിട്ടുള്ളതായ വിഷയത്തിക്കര് നോക്കൊരു അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനില് സൂറത്ത് ബയ്യിനല് അള്ളാഹു സുബ്ഹാനഹു തആല ചെന്നത് അതിലെ 5-ാമത്തെ ആയത്ത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുരെ പലക്കൈത്തികര് ചിന്തിക്കോൺ. വമാ ഉമിറു അങ്ങളൊട്ടിಗೆ കൽപ്പിച്ചിട്ടേ ഇല്ലേ, കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ലേ. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അള്ളാഹുഗു മാത്ര ഇബാദത്ത് എടുക്കുകയായിട്ടല്ല മാറ്. മനുഷ്യരൊട്ടിಗಾവട്ടെ ജിന്ന് വർഗത്തിലൊട്ടിಗಾവട്ടെ അള്ളാഹു കൽപ്പിച്ചിട്ടേ ഇല്ല എങ്ങനെ ഇബാദത്ത് എടുക്കണോ. മുഖ്ലിസീന ലഹുദ്ദീൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനില് ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കമായ നിലക്ക് അള്ളാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് അള്ളാഹുരെ പേടിച്ചിട്ട് മാത്ര ഇബാദത്ത് എടുക്കുക അള്ളാഹു കൽപ്പിച്ചത്. അത് നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ദാനധർമാവട്ടെ, ഏത് സത്കർമ്മവും അള്ളാഹു സ്വീകരിക്കുന്നത് ഇഖ്ലാസിന്നെങ്കിലും മാത്രം. ഈ ആയത്തിനെ വിശദീകരിച്ചതായ സർവ മുഫസ്സിരീങ്ങ ആ ഖുർആനിലെ വ്യാഖ്യാനത്തിൽ ചെന്നാറ് അൽ ഇഖ്ലാസു, ഇഖ്ലാസ് ചെൽறது നിഷ്കളങ്കത്തെ ചെൽறது, ആത്മ നിഷ്കളങ്കത്തെ ചെൽறது. അത് എത്രത്തോളം ചെന്നെങ്കിൽ ഫർളുൻ വാജിബുൻ, അത് വാജിബായിട്ടുള്ളതായ ഫർളായിത്തിക്കര്. ഫീ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, പ്രതി ഒരു ആണായിട്ടുള്ളതായ പ്രതി ഒരു പെണ്ണായിട്ടുള്ളതായ എല്ലാ മുസ്ലിമായിട്ടുള്ള ആണിരെയും പെണ്ണിരെ മേൽ ഇഖ്ലാസ് നിർബന്ധമായിത്തിക്കര്. ഇഖ്ലാസ് ഇല്ലാത്തതായ ഒന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല. എത്രത്തോളം മുഫസ്സിരീങ്ങ തഫ്സീറിൽ പഠിപ്പാട്ടാറ് ഇന്നൽ ഇഖ്ലാസ, തീർച്ചയായിട്ടും ഇഖ്ലാസ് ചെൽறது നിഷ്കളങ്കത്തെ ചെൽறது, അല്ലാഹുരൊട്ടിಗೆ ഉള്ളതായ നിഷ്കളങ്കത്തെ ചെൽறது വ അസാസുൻ കുല്ലി അമൽ, അത് എല്ലാ അമലിരെയും ഫൗണ്ടേഷൻ ആയിത്തിക്കര്, എല്ലാ അമലിരെയും ഫൗണ്ടേഷൻ ആയിത്തിക്കര്. അതേപോലെ ഫഅമലു ബിലാ ഇഖ്ലാസിൻ ലാ അജറ ലഹു, ഇഖ്ലാസ് ഇല്ലാത്തതായ അമലുക്ക് പ്രതിഫലം ഇല്ല. വസലാത്തു ബിലാ ഇഖ്ലാസിൻ ലാ സവാബ ലഹാ, ഇഖ്ലാസ് ഇല്ലാത്തതായ നിസ്കാരത്തിന് പ്രതിഫലം ഇല്ല. അതേപോലെ വസിയാമു ബിലാ ഇഖ്ലാസിൻ ലാ സവാബ ലഹാ, ഇഖ്ലാസ് ഇല്ലാത്തതായ നോമ്പുകു പ്രതിഫലം ഇല്ല. വസദഖത്തു ബിലാ ഇഖ്ലാസിൻ ലാ ഖീമത ലഹാ, ഇഖ്ലാസ് ഇല്ലാത്തതായ ധർമ്മ അത് എത്ര വേണമെങ്കിലും കൊടുത്തെങ്കിലും സമ, അത് നാളെ പരലോകത്തില് അള്ളാഹുരെ മുട്ടത്തിൽ അതിനെ പരിഗണിക്കില്ല, അതുക്ക് തൂക്കമേ ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ഞങ്ങൾ പേടിക്കൊണായിട്ടുള്ളതായ ചിന്തിക്കൊണായിട്ടുള്ളതായ ഒരു വിഷയത്തിക്കര്. ഈ റമദാൻ അവസാനിക്കുന്നതായ സന്ദർഭത്തില് ഞങ്ങൾക്ക് എന്ത് പരിവർത്തനം ഉണ്ടായി? ഈ റമദാൻ ഞങ്ങൾക്ക് തന്നതായ പരിവർത്തനം എന്തായിത്തിക്കര്? ഇഖ്ലാസോട് കൂടിത്ത് ആത്മാർത്ഥതയോട് കൂടിത്ത് അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക ഗായിര ചെൽറതയച്ചിക്കര്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനില് 38-ാമത്തെ അധ്യായ സൂറത്ത് സ്വാദില് ഇബ്ലീസുമായിട്ട് ശൈത്താനുമായിട്ട് നടത്തിയതായ സംഭാഷണത്തിൽ അള്ളാഹു തആല എടുത്ത് ചെൽറ. ശൈത്താൻ അള്ളാഹുരൊട്ടിಗೆ ചെന്ന അവൻ അള്ളാഹുരൊട്ടിಗೆ കരാറാക്കിയ ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, പടച്ചോനെ നിന്റെ ഇസ്സത്തൈത്തിക്കര് സത്യ, തീർച്ചയായിട്ടും മനുഷ്യരിൽ നിന്ന് അധിക ആൾമാരെ നാണ് തെരുത്തപ്പാട്ടുവ ചെൽறது ആയെങ്കില. എന്നിട്ട് അവನು ചെന്ന ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായിട്ടുള്ളതായ ഇഖ്ലാസ് ഉള്ളതായ
അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുന്നതായ ആൾമാരെ നക്ക് തെരുത്തപ്പാട്ടക്കു സാധ്യല്ല. അങ്ങനെ വിട്ടുത്തു എത്ര ബമ്പനായെങ്കിലും മനുഷ്യവർഗത്തിൽ നിന്ന് അധിക ആൾമാരെയും നാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നേരായ മാർഗത്തിൽ നിന്ന് നാണ് തെരുത്തപ്പാട്ടുവേ. അതൈത്തിക്കര ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളത്, ഞങ്ങളെ കണ്ണെതിൽ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള റമദാനായിട്ടും ആ റമദാനുക്ക് ഹുറുമത്ത് കൽപ്പിക്കാതെ അതിനെ പാവിത്രത നഷ്ടപ്പെടുത്തരുത്. എത്രമാ പെണ്ണും ആണും റോഡിലും പർച്ചേസിന്റെ പേര് ചെന്നിട്ടും ഫുഡിന്റെ പേര് ചെന്നിട്ടും പവിത്രമായിട്ടുള്ളതായ റമദാനിരെ ഹുറുമത്ത് നഷ്ടപ്പെടുത്തരുത് ഞങ്ങൾക്ക് കാണുക സാധ്യവുള്ളൂ. അതൈത്തിക്കര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് റമദാനിരെ മഹത്വത്തിരെ അള്ളാഹുര റസൂൽ ഒന്നൊന്നായിട്ട് എടുത്തു ചെന്നിട്ട് അള്ളാഹുര റസൂൽ ചെന്നതായ ഒരു പലക്ക മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ഈ റമദാനിരെ ഖൈറ് ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടായെങ്കിൽ, റമദാനിരെ ഖൈറ് ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടായെങ്കിൽ ഈ റമദാനിൽ കിട്ടുവാനായതായ പ്രതിഫലം എന്തായിത്തിക്കറ് സത്യവിശ്വാസിക്ക് അത് നഷ്ടപ്പെട്ടിട്ടായെങ്കിൽ ഫഖദ് ഹുരിമാ, അവനുകു എല്ലാ നഷ്ടപ്പെട്ടതുപോലെ ഐത്തിക്കറ്. അതൈത്തിക്കറ് ഇബ്ലീസാക്കിയതായ കരാർ. നിന്റെ അടിമരെ നിന്റെ ദാസന്മാരെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നേരായ മാർഗത്തിൽ നിന്ന് നാണ് തെരുത്തപ്പാട്ടിത്തേ തീരുവേ. അള്ളാഹു അവനുക്ക് അനുമതി കൊടുത്ത മുഖ്ലിസീങ്ങളായിട്ടുള്ളതായ ഇഖ്ലാസ് ഉള്ളതായ അടിമരെ വിട്ടിട്ടു അങ്ങനെ സാധ്യമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ഖാല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ, സത്യമായി തിക്കരെ അയങ്ങള സത്യത്തിനാണ് ചെൽറെ ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിയക മിൻഹും അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്ലീസിനൊട്ടിಗೆ ചെന്ന ലഅംല അന്ന ജഹന്നമ മിൻക, നിന്നെയും ജഹന്നമു ചെൽറതായ അതിഭയാനകമായി ചുള്ളതായ നരകത്തിൽ നാണ് നൊറക്കുവേ. വമിമ്മൻ തബിയക മിൻഹും അജ്മഈൻ, നിന്നെ പിൻപറ്റിയതായ നിന്റെ മാർഗം സ്വീകരിച്ചതായ നിന്നെ അനുസരിച്ചതായ നിന്റെ പാത പിൻപറ്റിയതായ ആൾമാർ ആര് വേണമെങ്കിലിക്കട്ടെ, അങ്ങനെ എല്ലാരെയും ആ ജഹന്നമു ചെൽറതായ അതിഭയാനകമായിട്ടുള്ളതായ നരകത്തിൽ ഇട്ടിട്ട് നാണ് ഫില്ലാക്കുക ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ഞങ്ങൾക്ക് കാണുക സാധ്യവുള്ളൂ. അതുകൊണ്ടു ഞങ്ങൾ ചിന്തിക്കണായത് ഈ റമദാൻ നക്ക് തന്നതായ പരിവർത്തന എന്തായിച്ചിക്കര്. നിന്റെ സ്വഭാവത്തിനെ ഈ റമദാനിൽ നന്നാക്കുകയിര, നിന്റെ കുടുംബ ജീവനത്തിനക്ക് നന്നാക്കി തെടുക്കുകയിര, നിന്റെ വൈവാഹിക ജീവനത്തിനക്ക് നന്നാക്കി തെടുക്കുകയിര, നിന്റെ വിശ്വാസത്തിനെയും കർമ്മത്തിനെയും നക്ക് നന്നാക്കി തെടുക്കുകയിര, അതേപോലെ നിന്റെ കച്ചവടത്തിനക്ക് നന്നാക്കി തെടുക്കുകയിര. യഥാർത്ഥമായിട്ടുള്ളതായ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുള്ളതായ ഒരു മാനദണ്ഡ നണ്ടൊട്ടിക ഉണ്ട. മരണാനന്തര ഉള്ളതായ ജീവിതത്തിൽ വിജയം നേടകൂ, പരലോകത്തിൽ വിജയം നേടിയെടുക്കുള്ളതായ അമല് നണ്ടൊട്ടിക ഉണ്ട. ഈ റമദാനിൽ അത് കണക്ക് സാധിച്ചിരച്ചെന്ന് ഞങ്ങൾ പ്രതി ഒരാളും ചിന്തിക്കൊനായിട്ടുള്ളതായ വിഷയത്തിക്കരെ, പ്രതി ഒരാളും പേടിക്കൊനായിട്ടുള്ളതായ വിഷയത്തിക്കരെ. അതായിത്തിക്കറ് തഖ്വ, അതായിത്തിക്കറ് ഇഖ്ലാസ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ചിന്തിക്കൊരു, ഞങ്ങൾക്ക് പിന്നോർത്തക്ക് ബെർല് കാട്ടുള്ളതല്ല സമയ, പിന്നോർത്തരെ ഗീബത്തും നമീമത്തും ചൊല്ലുള്ളതല്ല, പിന്നോർത്തരെ അമലുക്ക് തൂക്കുള്ളതല്ല, പിന്നോർത്തക്ക് കൈകാട്ടുള്ളതല്ല. സ്വന്തമായിട്ട് ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കൊനായിട്ടുള്ളതായ വിഷയത്തിക്കറ്. ഇണ്ട് നിങ്ങൾ നോക്കൊരു റമദാനിൽ നോമ്പെടുത്തിട്ടും ചില ആൾമാരെ അവസ്ഥ നിസ്കരിക്കാറ്, പള്ളിക്ക് വേണ്ടാറ്, എല്ലാം ആക്കറാറ്. പക്ഷേ അത് കഴിഞ്ഞിട്ടായെങ്കില് പള്ളിയിൽ നിന്ന് പുറത്തു പോയിട്ടായെങ്കില് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദുമായിട്ട് സമയത്തിന് കളിക്കുന്നതായ എത്ര ആൾമാരുള്ളാറ്. ഈ നോമ്പ് കൊണ്ട് എന്ത് പ്രതിഫലമായി ചിക്കരുത്, എന്ത് വിജയമായി ചിക്കര്.
മുത്തഖീങ്ങളിൽ ഉൾപ്പെടുക ഞങ്ങൾക്ക് സാധിച്ചിര. സഹോദരന്മാരെ, എത്ര വലിയ ഘോരമായിട്ടുള്ള അപരാധമായി ചിക്കർ ഫിത്തിന ചെൽറത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ രണ്ട് ജാഗൽ അല്ലാഹു തആല ചെന്ന സൂറത്ത് ബഖറയിലെ 191 ആയത്ത്, സൂറത്ത് ബഖറയിലെ 217 ആയത്ത്. വൽ ഫിത്നതു അസദ്ദു മിനൽ ഖത്ൽ. ഫിത്തിന ചെൽറത്, ഫസാദ് ചെൽറത്, അത് കൊലപാതകത്തിനെ കാട്ടി കൊല്ലുറതിനെ കാട്ടി ഏറ്റവും കടുപ്പമുള്ളതായ വിഷയത്തിക്ക് ഫിത്തിന ചെൽറത്. അതേപോലെ വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. പിന്നൊരു ജാഗൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ഫിത്തിന ചെൽറത് ഖത്ലാക്രതിനെ കാട്ടി കൊലപാതകത്തിനെ കാട്ടി കൊല്ലുറതിനെ കാട്ടി ഏറ്റവും കടുപ്പമുള്ളതായ വിഷയിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, ഒരാളെ കൊന്നിട്ടെങ്കിൽ ഖുർആൻ അല്ലാഹു എന്തായിത്തിരിച്ചെന്ന മാഇദല് ഫകഅന്നമ ഖതലന്നാസ ജമിയാ. ഒരു കാരണവുമില്ലാതെ ഒരാളെ കൊന്നിട്ടെങ്കിൽ അവന് ഏത് ജാതിയിൽ പെട്ടിട്ട് ഏത് സംഘടനയിൽ പെട്ടിട്ട് ആര് വേണമെങ്കിലും ആവട്ടെ, ലോകത്തിനതായ സർവ മനുഷ്യരെയും സർവമാനവ കുലത്തിരെയും കൊന്നതിക്ക് സമമായി തിക്കരെ ഒരാളെ കൊന്നിട്ടെങ്കില് അള്ളാഹു ഖുർആനിൽ ചെന്നത് ഫിത്തിന അതിനെ കാട്ടി വലിയതായ കടുപ്പമായി തിക്കര്. എത്ര ഗൗരവമായി ചിന്തിക്കാനായ വിഷയിച്ചിക്കർ, എത്ര കടുപ്പമായി തിക്കറത്. ഇബാദത്തിനെ നശിപ്പിക്കുന്നതായ, ഇബാദത്തുക്ക് പ്രതിഫലം ഇല്ലാതാവുന്നതായ, നിഷ്ഫലമാക്കുന്നതായ ഒന്നായി ചിക്കര് ഫിത്തിന ചെൽറത്. അതുകൊണ്ട് ഭാരി ജാഗ്രതക്കണോ, നാവുര ഭാരി സൂക്ഷിക്കണോ. ഘോരമായിട്ടുള്ള അപരാധമായി തിക്കര്. ചില ആൾമാരെ സ്വഭാവം ഇങ്ങനെ നോക്കറു, എന്തു കിട്ടിയില്ലെങ്കിൽ പിന്നെ പള്ളിയുടെ മേലിൽ ഫിത്തിനാക്കരുത്, പള്ളിയുടെ പേര് ചെന്ന് സോഷ്യൽ മീഡിയയിൽ ഫിത്തിനാക്കരുത്. ധാരാളമായിട്ട് ചില ജാഗൽ കണ്ടുകൊണ്ടുള്ളതായ സ്വഭാവമായി തിക്കരുത്. അത് സമായിച്ചില്ല, ഇത് സമായിച്ചില്ല, അവിടെ അത് കൊടുത്തത് സമായിച്ചില്ല, ഇത് കൊടുത്തത് സമായിച്ചില്ല, അങ്ങനെ പല കാരണങ്ങളും ചെന്നിട്ട് ഫിത്തിന ആക്കരുത്, സോഷ്യൽ മീഡിയയിൽ വൈറലാക്കരുത്. ജാഗ്രതക്കൊനായ വിഷയിച്ചിക്കരെ. ഈ നോമ്പും ഇബാദത്തും നാളെ നിഷ്ഫലമായി തീരും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അല്ലാഹു സുബ്ഹാനഹു തആല 36 അധ്യായ സൂറത്ത് യാസീൻ അല്ലാഹു തആല ചെന്ന ഒരു 4 പറകൊണ്ടു. അണ്ടത്തെ 4 നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങളെ ബായിക അല്ലാഹു തആല സീൽ കുത്തുറാ. വതുകല്ലിമുനാ ഐദീഹിം, നിങ്ങളെ കൈ പലക്ക പറയും. വതശ്ഹദു അർജുലുഹും, കൈ പലക്ക പറയതായ സന്ദർഭത്തില് കാല് സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, അങ്ങ് പ്രവർത്തിച്ചതനുസരിച്ചിട്ട് ഈ കൈ കൊണ്ട് ഞങ്ങൾ എന്തിനെ എൽത്തിരാമാ, ഈ കൈ കൊണ്ടിട്ട് ഞങ്ങൾ എന്തിനെ എൽത്തിരാമാ. നാളെ ഈ കൈ നാളെ പരലോകത്തിൽ സാക്ഷിയാവും. നല്ലോണം ജാഗ്രതക്കൊനായ ഒരു വിഷയത്തിക്കര്. ഫിത്തിന ഘോരമായിട്ടുള്ള അപരാധമായി തിക്കര്. അള്ളാഹുര പള്ളി ചെൽறது, അള്ളാഹുര ഭൂമിയില് പവിത്രമായിട്ടുള്ളതായ അള്ളാഹുക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായ ഒന്നായി തിക്കർ അള്ളാഹുര ഭവന ചെൽறது. ആ പള്ളിയെ ബേജത്താക്കിയെങ്കില്, അതിനെ അപമാനപ്പെടുത്തിയെങ്കില് അള്ളാഹു ദുനിയാവിലെ അപമാനപ്പെടുത്തും. നാളെ പരലോകത്തിൽ ഏറ്റവും കടുപ്പമുള്ളതായ ശിക്ഷ എത്തിക്കറും. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുള്ളതായ മാനദണ്ഡങ്ങൾ ഒട്ടിಗೆ വേണു. അതൈത്തിക്കറി ഇഖ്ലാസ്, അതൈത്തിക്കറി ഇഖ്ലാസ്. ആ ഇഖ്ലാസ് ഒരിക്കലും ഞങ്ങൾ നിന്ന് നഷ്ടപ്പെട്ടു പോകുത്തീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ട് സ്വഹിയായ ഹദീസിൽ കാണ്ട് ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ലാ യഖ്ബലു മിനൽ അമൽ, അമലിൽ നിന്ന് അല്ലാഹു ഒന്നും അക്സെപ്റ്റ് ആക്കല, അല്ലാഹു ഒന്നും സ്വീകരിക്കല. ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹു,
അള്ളാഹുരൊട്ടിಗೆ നിഷ്കലങ്കമായ നിലക്ക് അള്ളാഹുര വജ്ഹിനെ മാത്രം ആഗ്രഹിച്ചിട്ട് അള്ളാഹുര പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് എടുത്തതായ നിഷ്കലങ്കമായിട്ടുള്ളതായ അമലല്ലാതെ അള്ളാഹു സ്വീകരിക്കല. അതല്ലേ സഹോദരന്മാരെ, പണ്ഡിതന്മാർ ഈ ഇഖ്ലാസ്ക്ക് കൊടുത്തതായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്തായിത്തിക്കറ്? അസ്ലുൻ ഖാലിസ്. ഞങ്ങൾക്ക് അറിയതായ ഭാഷയിൽ അതിനെ വിവരണാക്കിയിട്ട് തന്നാർ. അസ്ലുൻ ഖാലിസ്. അസ്ല് ചെന്നെങ്കിൽ എന്തായിത്തിക്കറ്? തേന്. ഖാലിസ് ചെന്നെങ്കിൽ പ്യൂർ തേൻ, എന്തും മായം ചേർക്കാത്തത്, ഒന്നും മിക്സ് ആക്കാത്തതായ തേന്. എന്താ അതിനെ ചൊല്ലുള്ളതായ കാരണ? തേന് ചെല്ലത് വലിയ ബെനിഫിറ്റ് ഉള്ളതായിത്തിക്കറ്. തേനിൽ ശിഫ ഉണ്ട് ചെന്ന് അല്ലാഹു ഖുർആനിൽ ചെന്ന ആ ശിഫ കിട്ടാനുണ്ടായെങ്കിൽ, ആ തേനിലുള്ളതായ ബെനിഫിറ്റ് കിട്ടാനുണ്ടായെങ്കിൽ, അതിരെ ഉപകാര കിട്ടാനുണ്ടായെങ്കിൽ അത് ഖാലിസായിട്ട് വേണു, അത് പ്യൂർ തേനായിട്ട് വേണു. ഏതെങ്കിലും മായ ചേർത്തിയതായ എന്തെങ്കിലും കെമിക്കൽ മിക്സ് ആക്കിയതായ തേന് കുടിച്ചിട്ട് എന്ത് ശിഫ കിട്ടോ കഴിച്ചിക്കറ്? ചിലപ്പോ ശിഫര ബദൽക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആവും. അതേപോലെ ഇഖ്ലാസ് എത്ര നല്ല ഉദാഹരണമായിത്തിക്കറ്, എത്ര നല്ല ഡിഫിനേഷൻ, എത്ര നല്ല തരീഫായിത്തിക്കറ്. അതൊക്കെ തന്നതായ ഡെഫിനിഷൻ എത്ര നല്ലതായിത്തിക്കറ്. ഇഖ്ലാസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ, ഇഖ്ലാസ് ക്ലിയർ ആയില്ലെങ്കിൽ, ಅದಕ್ಕೆ ಬೇರೆ എന്തെങ്കിലും മിക്സ് ആക്കിയെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിൽ ഇബാദത്തിനെ ബദലുക്ക് അല്ലാഹുരെ കോപത്തുക്ക്, അല്ലാഹുരെ ശാപത്തുക്ക്, അല്ലാഹുരെ ശിക്ഷക്ക് ഞങ്ങൾ വിധേയരായിട്ട് തീരുവ. അല്ലാഹു സുബ്ഹാനഹു തആല കാത്ത് സലാമത്താക്കട്ടെ. അതുകൊണ്ട് നോമ്പുകാരക്ക് നാളെ പരലോകത്തിൽ കിട്ടതായ വലിയ വിജയായിത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് വഫർഹത്തുൻ ഇൻദ ലിഖാഹി റബ്ബിഹി. ഞങ്ങളെ റബ്ബുരെ കാണുകയുള്ളതായ ഭാഗ്യ. ഇത് നോമ്പുകാരക്ക് കിട്ടതായ വലിയ ഭാഗ്യത്തിക്കറ്. റബ്ബുരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇഹ്സാനോട് കൂടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഅ ഫഇൻ ലം തകുൻ തറാഉ ഫഇന്നഹു യറാക. അല്ലാഹുരെ ഞങ്ങൾ കാണാതെ, അല്ലാഹു ഞങ്ങളെ കണ്ടതായ രൂപത്തില് അല്ലാഹു ഞങ്ങൾ ഇബാദത്ത് എടുത്ത നാളെ പരലോകത്തിൽ അല്ലാഹുരെ കാണുകയുള്ളതായ ഭാഗ്യ നോമ്പുകാരക്ക് ലഭിക്കര്. അല്ലാഹുരെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് അല്ലാഹു സ്വീകരിച്ചതായ നോമ്പു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ കേട്ടാർ, ഹൽ നറാ റബ്ബുനാ, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളെ റബ്ബുനെ ഞങ്ങൾ കാണാമോ നാളെ പരലോകത്തില്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് ആകാശത്തിൽ കാർമേഘ ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ളതായ ചന്ദ്രരെ, 14ാമത്തെ നിലാവുരെ ചന്ദ്ര എത്ര ക്ലീൻ ആയിട്ട് ആകാശത്തിൽ കാർമേഘ ഇല്ലെങ്കിൽ എത്ര ക്ലീൻ ആയിട്ട് കണ്ട് അതിനെ കാട്ടി ക്ലിയർ ആയിട്ട് നാളെ പരലോകത്തിൽ നിങ്ങളെ റബ്ബുനെ നിങ്ങൾ കണ്ടുമുട്ടുവാർ. എന്തൊരു ഭാഗ്യമായിട്ട് കയറി. അല്ലാഹു സുബ്ഹാനഹു തആല 18ാമത്തെ അധ്യായ സൂറത്തുൽ കഹ്ഫിലെ അവസാന ഭാഗത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത്, ആ ആയത്ത് അവസാനിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും അല്ലാഹുരെ കാണണു ചെന്ത്, പടച്ച റബ്ബുരെ കണ്ടുമുട്ടണു ചെന്ത് ആഗ്രഹിക്കരേണ്ടായെങ്കില്, കുതിക്കരേണ്ടായെങ്കില് ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവന് സ്വാലിഹായിട്ടുള്ളതായ അമൽ എടുക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുന്നതായ അമൽ എടുക്കട്ടെ. അല്ലാഹു അക്സെപ്റ്റ് ആക്കുന്നതായ അമൽ എടുക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവന്റെ ഒരു ഇബാദത്തിലും ഒരു അമലിലും അവന് ശിർക്ക് കൊണ്ടുവരുക. ചെറിയ അംശം അവന്റെ വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ ശിർക്കിന്റെ അംശം എന്നിട്ടെങ്കില് ആ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കല. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ചിന്തിക്കൊരു,
ಪರಿವರ್ತನ ಅವರು ಈ ರಮಲಾನ್ ನಂಗೆ ಸಮಾಪ್ತಿ ಕುರಿಕುಂಬತ್ತುಗೋ പണ്ട് വർഷ റമളാൻ ഞങ്ങ ഉള്ളാമ അല്ല ഖബറില ഞങ്ങൾക്ക് പിടിയില്ല പോയ വർഷ റമളാനിന്റെ അവസാനത്തിൽ ഇന്ന് ആൽമാർ ഈ റമളാനിലില്ല ഞങ്ങളെ സ്ഥിതിഗതി എന്തിനാ ഞങ്ങൾക്ക് പിടിയില്ല ഞങ്ങളെ വിശ്വാസവും കർമ്മവുമായി തങ്ങ പരലോകത്തിലെ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ളതായ ബർസഖിയായ ലോകത്തിക്ക് ഖബർ ജീവിതത്തിക്ക് യാത്ര തിരിച്ചിരാറ് അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കണായത് പേടിക്കണായത് ശിർക്കിനെ കുറിച്ചിട്ട് അയച്ചിക്കര് എന്തെങ്കിലും ഒരു കടുക് മണി ഇരത്തര് ഒരു സാസി വരത്തര് ശിർക്ക് ഞങ്ങളെ വിശ്വാസത്തിലാ കർമ്മത്തിലാ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ശൂന്യമായിട്ടിക്കര് നിസ്കാര ശൂന്യമായിട്ടിക്കര് സകാത്ത് ശൂന്യമായിട്ടിക്കര് നോമ്പ് ശൂന്യമായിട്ടിക്കര് ഹജ്ജും ഉംറയും ദാനധർമ്മവും എല്ലാ സോഷ്യലും എല്ലാ സത്കർമ്മവും പരലോകത്തിലെ ഒരു നയാ പൈസര പ്രതിഫലത്തിക്ക് അത് ബലയില്ല ചെന്ന് ഞങ്ങൾ മനസ്സിലാക്കണോ അതുകൊണ്ട് ഒരു പ്രതിജ്ഞ ഞങ്ങളൊട്ടിಗೆ വേണു പരിപൂർണമായിട്ട് ഞങ്ങളെ വിശ്വാസത്തിലും കർമ്മത്തിൽ നിന്നും ഈ റമളാനിൽ എടുക്കണായ ഒരു പ്രതിജ്ഞ ഷിർക്കിൽ നിന്ന് ഞാൻ മുക്തനാവിടെ ചെല്ലറതയച്ചിക്കര് അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പിർസത്തോ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹുവേ ജീവിതത്തിലെ എല്ലാ മേഖലയും പേടിക്കൊണ്ടു ചെന്ന് ഒന്നുകൂടി നിങ്ങളൊട്ടിಗೆ വസിയത്താക്കരെ സമയം ചെല്ലുന്നത് അമൂല്യമായി ചിക്കറു അമൂല്യത്തിൽ നിന്ന് അമൂല്യമായി തിക്കര് ಅದರ ನಂಗೆ ದುರುಪಯೋಗപ്പെടുത്തിരണ്ട ಅದರ ವೇಸ್ಟ್ ആക്കിരണ്ട ഇനിയുള്ളതായ നാൾ പവിത്രമായ ദൈച്ചിക്കരെ 27 ലൈലത്തുൽ ഖദർ സംഭവിക്കറ് ചെന്ന് പ്രതീക്ഷിച്ച് തിന്നേണ്ടെങ്കിൽ ചിലപ്പോ 29 എത്തിക്കും റമളാനിലെ അവസാനത്തെ 10 ഒറ്റയായ ഏത് ജാവുലുമാകാം അപ്പൊ അതുകൊണ്ട് 27 കഴിയുമ്പത്തുകു റമളാനുക്ക് സമാപ്തി കുറിച്ചിട്ട് ചെന്ന് അവസാനിച്ച് ചെന്ന് ഇബാദത്തിൽ നിന്ന് വിട്ടുനിക്കുക ഈ റമളാൻ കൊണ്ട് മാത്രം ഞങ്ങളെ ഇബാദത്ത് അവസാനിക്കുക ഈ റമളാനിലെ നോമ്പും ഇബാദത്തും റമളാൻ ನಂತರ ഉള്ളതായ ജീവിതത്തിക്ക് ഞങ്ങളെ പരിവർത്തന ഒരു മാതൃകയായിട്ട് വേണു റമളാനുക്ക് മാത്രം ഞങ്ങളെ ഖുർആൻ ഓത്തു സീമിതായെങ്കിലേ റമളാനുക്ക് മാത്രം ഞങ്ങളെ ദാനധർമ്മ സീമിതായെങ്കിലേ റമളാനുക്ക് മാത്രം ഞങ്ങളെ അമല് സീമിതായിട്ടെങ്കിലേ ഇത് ശരിക്കും ഞങ്ങൾ അള്ളാഹുരൊട്ടിಗೆ ആക്കരതായ വഞ്ചന അയച്ചിക്കരേ അള്ളാഹുരൊട്ടിಗೆ ആക്കരതായ വഞ്ചന അയച്ചിക്കരേ അള്ളയും അവന്റെ റസൂലും പഠിപ്പാട്ടത് അതല്ല യഥാർത്ഥ മുഅ്മിനാവണു യഥാർത്ഥ മുസ്ലിമാവണു യഥാർത്ഥ മുസ്ലിമായി ഞങ്ങൾ മരിക്കണു അത് മരിക്കുക ഞങ്ങൾക്ക് സാധിച്ചിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിഷ്കളങ്കതയോട് കൂടിയിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് ഞങ്ങളെ തടിയിൽ റൂഹ് ഇക്കറെടുത്തോളം ഖുർആൻ ചെന്നതുപോലെ വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ നിങ്ങളെ തടിയിൽ റൂഹ് ഇക്കറെടുത്തോളം മരിക്കറെടുത്തോളം റൂഹ് തൊണ്ടര ഗുളിക എത്തിരടുത്തോളം അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കണോ എന്തും കുറവ് ബെർച്ച കുത്തീറ അതായിട്ടിക്കറ യഥാർത്ഥമായിട്ടുള്ള ഇബാദത്ത് അതായിട്ടിക്കറ അള്ളാഹു താല സ്വീകരിക്കുന്നത് അത് ഞങ്ങൾ ചിന്തിക്കണോ അതേപോലെ റമളാൻ അവസാനിക്കുമ്പോഴത്തേക്കു പെരുന്നാളിലും അതിന് പിന്നെ ഉള്ളതായ നാളിലും അനാവശ്യമായ കാര്യത്തിൽ ഏർപ്പെടാതെ പെരുന്നാൾ 2 ഈദ്ഗത്തിക്ക് പോകുവാനായിട്ട് എത്ര വേഗ തക്ബീർ ധ്വനി മുഴകുവാനായിട്ട് ഈദ്ഗത്തിക്ക് പോയിട്ട് എത്തറു പെരുന്നാൾ നിസ്കാരത്തിന്റെ കൃത്യമായ സമയത്തിന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് തക്ബീർക്ക് ബഹനായിട്ട് എത്തണം സഹാബിമാർ സുബഹി നിസ്കാര കയ്യലോട് കൂടി തക്ബീർ തുടങ്ങിക്കൊണ്ടിരുന്നാർ ഈദ്ഗാഹിലേക്ക് അങ്ങ് നീങ്ങിക്കൊണ്ടിരുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം ചെന്നിട്ടെങ്കിൽ പെണ്ണിങ്ങളൊട്ടിಗೆ ഹൈലായിട്ടുള്ളതായ പെണ്ണിങ്ങളൊട്ടിಗೆ വരെ അള്ളാഹുവിന്റെ റസൂല് ഈദ്ഗാഹ് പോകുവാനായിട്ട് ചെന്ന് നിങ്ങൾ ഖുതുബ കേൾക്കറു നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കറു ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പർദ്ദ ഇല്ലെണ്ടെങ്കിൽ ഇജാബ് ഇല്ലെണ്ടെങ്കിൽ
മേങ്ങിട്ടെങ്കിൽ പിന്നെ ഒരാളിൽ നിന്നിട്ട് പിന്നെ ഒരു പെണ്ണിങ്ങിൽ നിന്നിട്ട് മേങ്ങിട്ടെങ്കിലും നിങ്ങൾ ഈദ്ഗത്തുക്ക് നിങ്ങൾ പോവരു അതിന്റെ പാവിത്രത നിങ്ങൾ കാത്തു സൂക്ഷിക്കറുച്ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെല്ലുമ്പോൾ ചില ആൾമാർ ചില പുരോഹിതന്മാർ ഇതിൽ നിന്ന് തടകട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾമാരെ ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. അതിലൊന്നിലും ഞങ്ങൾ ബലിപശുവാവുക തീരച്ചെന്ന് അനാവശ്യമായ കാര്യത്തിൽ ഒന്നിലും ഏർപ്പെടുക തീരച്ചെന്ന് ഒന്നുകൂടിയും നിങ്ങളൊട്ടികയും നണ്ടൊട്ടികയും ഓർമ്മപ്പെടുത്തരുത്. അതേപോലെ ചെമ്മ ആൾമാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിറാർ. ചെമ്മ ആൾമാർ ഞങ്ങളെ ഒരു സഹോദര ബെങ്കര് ഹംസ, അയാളെ ഒരു പുള്ളി ഗർഭിണിയായ ഒരു സ്ത്രീ കഴിഞ്ഞ നാളില് മരണപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങൾ നിന്ന് മരണപ്പെട്ട ഞങ്ങളെ എല്ലാ സഹോദര സഹോദരിമാരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിൽ എത്തിയതായ ഒരു സഹോദര, അല്ലാഹു നീ എളുപ്പമാക്കിത്ത് കൊടു റബ്ബേ, എല്ലാം നീ ഈസിയാക്കിത്ത് കൊടു റബ്ബേ, ആജിലായ ശിഫ കൊടു റബ്ബേ. അത്തരത്തിലുള്ളതായ രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സഹോദര സഹോദരിമാരെയും നീ കാത്ത് സലാമത്താക്ക റബ്ബേ. അതേപോലെ പിന്നെ ഒരു സഹോദരരെ പെഞ്ഞായി രോഗം കൊണ്ട് എല്ലാ മുട്ടുനമ്പലവും നടുനമ്പലവും ഇങ്ങനെ പല രോഗങ്ങളെ കൊണ്ടിട്ട് പ്രയാസപ്പെട്ട് പ്രത്യേകിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചാർ. നാനാനന്തര രോഗം കൊണ്ടിട്ട് പ്രയാസപ്പെട്ട ആൾമാരുള്ളാർ. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ശിഫ നീ കൊടുത്തിട്ട് അനുഗ്രഹിക്കല്ല, ആജിലായ ശിഫ കൊടുത്തിട്ട് അനുഗ്രഹിക്കല്ല. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെയും നീ സലാമത്താക്കല്ല. അള്ളാഹുവേ ഞങ്ങളെ നോമ്പും ഇബാദത്തും എല്ലാ സത്കർമ്മങ്ങളിൽ നിന്ന് സ്വീകരിക്കല്ല. എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കിത്ത അല്ലാ. അള്ളാഹുവെ ഈ പള്ളിക്ക് ബഹനായിട്ട് പ്രത്യേകിച്ചിട്ട് ഈ പള്ളിയുടെ എസിക്ക് അതേപോലെ ഇതിന്റെ മെയിൻ്റനൻസിക്ക് സഹകരിച്ചതായ ചെമ്മ ആൾമാറുള്ളാറല്ല, തടി കൊണ്ടുത്തും മുതൽ കൊണ്ടുത്ത് അധ്വാനിച്ച ആൾമാറുള്ളാറല്ല, ഇവിടുത്തെ കമ്മിറ്റി അതേപോലെ ഇതിക്ക് സഹകരിച്ച എല്ലാ ആൾമാർക്കും അള്ളാഹുവെ തക്കതായ പ്രതിഫലം നീ കൊടു റബ്ബേ. ഞങ്ങളെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ഏറ്റിക്കൊടല്ല. ഞങ്ങളുടെ മക്കളിലും നീ ബർക്കത്തിലെത്ത അല്ല. എല്ലാവിധ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുല്ല. നാളെ പരലോകത്തിൽ വലിയ ഒരു മുതലാക്കിയിട്ട് നീ സ്വീകരിക്കല്ല. അള്ളാഹുവെ ഫലസ്തീൻ്റെതായ ഉമ്മത്തുക്ക് നീ സമാധാനത്തിന് കൊടുല്ല, ക്ഷമര നീ കൊടുല്ല. അള്ളാഹു ശാന്തിയും സമാധാനം നീ കൊടുല്ല. ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ളതായ ആൾക്കാരെ നീ പരാജയപ്പെടുത്തു റബ്ബേ. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر جيوش المسلمين. اللهم انصر إخواننا في فلسطين. اللهم انصر في إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في غزة. اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم. اللهم اكشف الضر عن إخواننا في فلسطين. اللهم أعز الإسلام والمسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات والحمد لله رب العالمين.